പകൽക്കാലം നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് വളരെ പ്രാധാന്യമായി അർഹിക്കുന്നു. സ്തോത്രം. നമുക്കിന്ന് ഇന്നത്തെ ചിന്തക്കായി ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 11 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു ക്രിസ്തു. പ്രിയ സഹോദരന്മാരെ, നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് നടക്കുന്നത് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണോ പറയുന്നത്? സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം എഴുതിയപ്പോൾ സ്തോത്രം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും വിവിധ അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴി? അപ്പോസ്തലനായ പൗലോസ് കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും പത്രോസും എഴുതുമ്പോൾ പത്രോസ് എഴുതുമ്പോൾ 2 പത്രോസ് 3 അധ്യായത്തിൽ പത്രോസ് എഴുതിയിരിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. സ്തോത്രം. അപ്പോസ്തലന്മാരിൽ മിക്കവരും കർത്താവ് പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും പരിശുദ്ധാത്മാവ് പറഞ്ഞതും കർത്താവ് പറഞ്ഞു തുടങ്ങിയതും പരിശുദ്ധാത്മാവ് പറഞ്ഞതും ഈ 2 കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യം എടുത്തു പറയുന്നു. പിന്നെ ഒരു കാര്യം എടുത്തു പ്രവാചക വാക്യങ്ങളും നമുക്ക് അധികം സ്ഥിരമായിട്ടുണ്ടല്ലോ. പ്രവാചക വാക്യം ഇതല്ലാതെ പുതിയ നിയമസഭയിൽ മറ്റൊന്നും കയറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ വ്യക്തമായി പറയും. പഴയ തുണിക്കണ്ടം പുതിയ കണ്ടവുമായിട്ട് ചേർത്ത് പിന്നുമാറില്ലെന്നും, പഴയ തുരുത്തി പുതിയ വീഞ്ഞു പകരുമാറില്ലെന്നും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ വചനത്തിൽ എഴുതി. ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം, നമുക്കെന്താണ് വേണ്ടത്, ഇപ്പോൾ നമുക്കെന്ത് വേണം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നാം ഈ സമയത്ത് ഒരു മാറ്റത്തിൻ്റെ സമയമായി മാറിയിരിക്കുകയാണ്. നാം ഒരു മടങ്ങി വരും. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ അവിടെയും ലവോദിക്കായുടെ മടങ്ങിവരവിനെ കുറിച്ച് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ സഭ ലവോദിക്കയായി മാറിയിരിക്കുന്നു. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനായിരിക്കുന്നു. ഈ സഭ മടങ്ങി വരണമെന്ന് ദൈവപുത്രൻ ആഗ്രഹിക്കുന്നു. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തു പറയുന്നു, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടത് തീയിൽ ഊതിക്കടിച്ച പൊന്നും
നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകുന്നതോടെ ധരിക്കേണ്ട വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ട നീ കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്കും വാങ്ങുവാൻ ഞാൻ ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും തല്ലുകയും ചെയ്യും. പക്ഷെ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാനിതാ വാതിൽക്കൽ നോക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ പ്രായമുള്ള ദൈവദാസന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 70 വർഷക്കാലം അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിലനിന്നു. അപ്പോസ്തലന്മാരുടെ കാലശേഷം കഴിഞ്ഞ് സഭ കുത്തനെ ലോകത്തിലേക്ക് പോകാൻ തുടങ്ങി. ഉപദേശം വിട്ട് സഭ ലോകത്തിലേക്ക് കുത്തനെ പോയി. അങ്ങനെ കുത്തനെ പോയി ഇന്ന് സഭ നിലം പതിച്ച് കിടക്കുകയാണ്. ഇന്ന് ദൈവത്തിന് സ്തോത്രം കൊള്ളാത്തൊരു സഭയായി മാറിയിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നമുക്ക് ദൈവപുത്രനായ കർത്താവിൻ്റെ വാക്കുവിനെ കേൾക്കാം. നമുക്കൊന്ന് മടങ്ങി വരാം. തീയിലൂതിക്കഴിച്ച പൊന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അത് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശമാവുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അത് പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥന, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നാം വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിതാവേ, നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്ത്, പിതാവേ, നീ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നു. പിതാവേ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകയാൽ, അവരും ലൗകികന്മാരല്ല, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, അവരെ നീ വിശുദ്ധീകരിക്കണമേ. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്ത്, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്ത്, ഇനി ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. 17-ാം അധ്യായത്തിൽ 1 മുതൽ നമ്മൾ അവസാനം വരെ വായിച്ചാൽ ഇവരെ ഇനി പറയുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരെയാണ് കർത്താവ് ആക്കി വെച്ചത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, അവൻ ചിലരെ പ്രവാചകന്മാരായും, അവൻ ചിലരെ സുവിശേഷകന്മാരായും, അവൻ ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും സമ്പൂർണതയുടെ ക്രിസ്തുവിന്റെ സമ്പൂർണതയുടെ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുകയും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലക്കുമാവുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാനിടയാവും. സ്തോത്രം. ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകും. പ്രിയ സഹോദരന്മാരെ, നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താണ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു, അവൻ പുതിയ നിയമത്തിന്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. മലയാളത്തിൽ പറയുന്നു, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. 4-ാം അധ്യായം പൗലോസ് എഴുതുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ അവിടെ ഒരു ക്രോസ് വെച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കും. എന്താണ് സുവിശേഷം? ഇന്ന് പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത് ലോകത്തോട് പറയാനുള്ള സുവിശേഷമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ശരി അതല്ല. ലേഖനങ്ങൾ സഭയ്ക്കാണ് എഴുതുന്നത്. സഭയ്ക്കാണ് ലേഖനങ്ങൾ എഴുതുന്നത്. ആ സഭയോടാണ്
ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് സഭയോടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് തന്നെ മറഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു തെളിവ് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 8 മുതലൊരു വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട് ദൈവേക്ഷത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയവരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികൾ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകും. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളോ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്താണ് ഈ കേൾക്കുന്നത്? റോമയിലുള്ള സഭ വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്ന സഭ, ആ സഭയോട് പറയാണ്, നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളോ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അത് ഏതാണ് ഈ സുവിശേഷം? പ്രിയ സഹോദരന്മാരെ, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറഞ്ഞ സുവിശേഷം ഈ സുവിശേഷം ഒന്നല്ലേ? അത് സുവിശേഷത്തിന്റെ 2-ാം ഭാഗമല്ലേ? ലോകത്തിൽ കിടന്ന് നമ്മളെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് സ്ഥാനപ്പെട്ടു വന്ന നമ്മളെ കർത്താവ് മത്തായി 28 പറഞ്ഞ കാര്യമാണ് ആ സുവിശേഷത്തിന്റെ ഭാഗം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ചുറ്റിലാക്കിക്കൊള്ളു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ, അത് ഞാൻ എടുത്തു പറയുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ സ്തോത്രം, ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്നാണ്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ, കർത്താവ് പറഞ്ഞത് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ, കർത്താവും പരിശുദ്ധാത്മാവും പറഞ്ഞത് പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ എല്ലാ നാളും, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു, ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് വെളിയിലായിപ്പോയി, സഭയുടെ വെളിയിലായിപ്പോയി കർത്താവ്. എന്തുകൊണ്ട്? കർത്താവിനെ തള്ളിക്കളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. വചനം കേട്ടിട്ട് അത് കൈക്കൊണ്ടില്ലെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ച് കെട്ടിപ്പിടിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ന്യായം വിധിക്കുന്നവരുണ്ട്. അത് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാൾ ന്യായം വിധിക്കുമെന്ന. ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ശരിയായ രീതി ഒന്ന് മനസ്സിലാക്കാണ്ട് ആവശ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസാന്നിധ്യം ദൈവനാമത്തിന് ഞാൻ വളരെ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. മത്തായി 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർക്കുകയാണ്. കാരണം ഒടുവിൽ ന്യായം വിധിക്കുന്ന സമയത്ത് അനേകർ ചെന്ന് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ബഹിഷ്കരിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ സ്തോത്രം വീര്യപ്രവൃത്തികൾ ചെയ്തു എന്ന് പറയും. അപ്പോൾ അന്നാൾ കർത്താവ് പറയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോവിൻ എന്ന് ഞാൻ അന്നാളിൽ പറയും. നേരത്തെ പറഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത്? അനേക പ്രവൃത്തികൾ ചെയ്തു, പക്ഷേ നിലനിന്നില്ല. അനേകർ ഓടി, ട്രാക്കിൽ കൂടെ ഓടിയില്ല, വ്യവസ്ഥ പ്രകാരം ഓടിയില്ല. ആ വ്യവസ്ഥ പ്രകാരം ഓടാത്തവരെ ആ ന്യായവിധി ചെന്ന് വീഴുന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും ഞങ്ങൾ കുറെയൊക്കെ പ്രവൃത്തികൾ ചെയ്തു നിന്റെ നാമത്തിലെന്ന് പറയും. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ ചെയ്തതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കാഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എൻ്റെ കർത്താവിന് സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ല. ആ കർത്താവിന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ല. അവിടെ പറഞ്ഞ് യോഹന്നാൻ 12:48 പറഞ്ഞിരിക്കുന്നത്,
എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ച വചനം ഒടുക്കുന്നവനെ നിങ്ങൾ ന്യായം വിധിക്കുന്ന. അപ്പൊ ആ വചനം കൈക്കൊള്ളാതെ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ, നമ്മൾ കുറെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ആ വചനത്തിൽ നിലനിൽക്കാതെ, അടിസ്ഥാനപരമായ വചനത്തിൽ നിലനിൽക്കാതെ നാം അനേക പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാല് പ്രയോജനമില്ലാത്തൊരു പ്രവൃത്തിയായി, വ്യർത്ഥമായ പ്രവൃത്തിയാണ്. അതാണ് അധർമ്മം പ്രവർത്തിക്കുന്നവർ നിങ്ങൾ എന്നെ വിട്ടുപോകുന്നത്. സ്തോത്രം. അത് തന്നെ പൗലോസ് എടുത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് കരുണ ലഭിച്ചു. ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരാളായിരുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിലിരുന്ന് ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം മുഴുവനും പഠിച്ച് യഹൂദ റബ്ബിയായിരിക്കേണ്ട ഞാൻ, ഇപ്പോൾ ഞാൻ ഇതെന്നെ കർത്താവ് പിടിച്ചു, കർത്താവ് എന്നെ അറിയിച്ചു വന്നു. അതുകൊണ്ട് സഭയ്ക്ക് ലേഖനം എഴുതിയ ഇതാണ് സംഭവം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാ ദൈവസന്നിധിയിൽ സകല മനുഷ്യരെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് പറഞ്ഞു. കാരണം ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം കൂടെ തികഞ്ഞു വന്നു. ദൈവപ്രതിമയായ